ദഅവത്ത് എന്നുള്ളത് നമ്മുടെയൊക്കെ ഒരു ബാധ്യതയാണ്. അവസരം കിട്ടിയിട്ട് ദഅവത്ത് നടത്താതിരിക്കുക എന്ന് പറയുന്നത് കുറ്റകരമായ കാര്യമാണ്. അതാണ് മൻ റഅ മുൻകറൻ എന്നൊക്കെ ഹദീസ് സൂചിപ്പിക്കുന്നത്. നിങ്ങളൊരു തെറ്റ് കണ്ടാൽ എന്നൊന്നുമല്ല അവിടെ താല്പര്യം. തെറ്റ് അറിഞ്ഞാൽ തന്നെ നമ്മൾ അതിനെതിരെ ഏത് വിധേനയെങ്കിലും നമുക്ക് കഴിയുന്നത് പോലെ പോസിബിളായ രീതിയിൽ നമ്മൾ അത് എതിർക്കണം. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ അൽ മുഖ്താബ് വൽ മുസ്തമി ശരീക്കാനു ഫിൽ ഇസ്മി, ഗീബത്ത് കേൾക്കുന്നവനും പറയുന്നവൻ്റെ അതേ കുറ്റം ഏൽക്കേണ്ടി വരും. പുകവലിക്കുന്ന ആളുടെ അടുത്തിരിക്കുന്നയാൾക്ക് നിക്കോട്ടിൻ എന്ന വിഷാംശ വസ്തുവുമായി ബന്ധപ്പെട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകും എന്ന് യു മേ ബി സ്റ്റഡീഡ് ഫ്രം ബയോളജി. അതെന്തുകൊണ്ടാണ്? കൂടെ നിൽക്കുക എന്ന് പറയുന്നതും ഒരിക്കലും പാടില്ലാത്തതാണ്. അതൊരു ദഅവത്ത് നടത്താതെ പോയാൽ നിങ്ങളുടെ ദുആഇന് പോലും ഇജാബത്ത് ഇല്ലാതിരിക്കും എന്ന് ഹദീസ് പറയുന്നുണ്ട്. ഒരു നാട്ടിലെ 70,000 പണ്ഡിതന്മാരെ അള്ളാഹു നശിപ്പിച്ചു. അവർ നിസ്കരിക്കാത്തതുകൊണ്ടോ അല്ലെങ്കിൽ നോമ്പനുഷ്ഠിക്കാത്തതുകൊണ്ടോ അല്ല. ഇമാം ഹദ്ദാദ് റളിയല്ലാഹു അൻഹു അവിടുത്തെ അന്നസാഹിദ്ദീനയിൽ പറയുന്നുണ്ട്, ആ നാട്ടിലുള്ള തെറ്റിനെ അവർ എതിർത്തില്ല എന്നുള്ളതാണ് കാരണം. അപ്പൊ ദഅവത്ത് ഒരു ഫ്രീ ആയി ചെയ്യേണ്ട ഒരു സംഗതിയല്ല, അത് നിർബന്ധമായ ഒരു ബാധ്യതയാണ്. ചിലപ്പോൾ അത് ഫർള് ഐനാവും, എന്തായാലും ഫർള് കിഫയായ കാര്യമാണ്. സുന്നത്താണെന്നുള്ള കാര്യത്തിൽ ഒരു പണ്ഡിതനും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ലല്ലോ. അപ്പൊ നമ്മുടെ ഒരു ബാധ്യതയായ ഒരു കാര്യത്തെ എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് വളരെ വളരെ പ്രധാനമാണ്.